ഗുഡ് മോർണിംഗ്, രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പൂച്ചെടികളായിക്കോട്ടെ, അതുപോലെ നമ്മുടെ പച്ചക്കറിയുടെ ചെടികളായിക്കോട്ടെ കേട്ടോ, അതിലൊക്കെ കാണുന്ന ഇലകൾ കാണുന്ന ആ മഞ്ഞളിപ്പ് രോഗം ഉണ്ടല്ലോ, അതെന്താണ് കാരണം, എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടാ. നമ്മളെ ചെടികളെ സ്നേഹിക്കുന്നവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ പൂന്തോട്ടമാണെങ്കിലും പച്ചക്കറി തോട്ടമാണെങ്കിലും തോട്ടത്തിലെ ചെടികളിലെ ഇലകൾ ഇതുപോലെ മഞ്ഞ കളറാവുക, മഞ്ഞയും ബ്രൗണും കളറാവുക, പൊള്ളിതുപോലത്തെ അവസ്ഥ, കുത്തുകൾ, കരിവാളിപ്പ്, ആകെ വാടി നിൽക്കുന്ന അവസ്ഥ, ഇലകൾ ചുരുണ്ടിരിക്കുന്ന അവസ്ഥ, മൊത്തത്തിൽ ആകെ കാണാനും ഭംഗിയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ആകെ വിഷമാണല്ലേ. നമ്മൾ വിചാരിക്കും എല്ലാതും ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, നനയ്ക്കുന്നുണ്ട്, വളം കൊടുക്കുന്നുണ്ട്, എന്നിട്ടും എന്താ ഈ അവസ്ഥ എന്ന് നമ്മൾ വിചാരിക്കും. അതിന് പ്രധാനമായിട്ടും 5 കാരണങ്ങളാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ആ 5 കാരണങ്ങൾ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിനുശേഷം നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. ചില സമയത്ത് ഇതുപോലെയുള്ള ചെടികളുടെ അഗ്രഭാഗം, തുമ്പ് ഭാഗം ഇതുപോലെ കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് കാണാം. അപ്പം നമുക്ക് വേണ്ടതുപോലെയുള്ള കാരണങ്ങൾ കണ്ടെത്തിയിട്ട് വേണ്ടതുപോലെയുള്ള പരിഹാരങ്ങൾ ചെയ്യാം. പ്രധാനമായിട്ടും 5 കാരണങ്ങളാണെന്ന് പറഞ്ഞുല്ലോ. അതിൽ ഒന്നാമത്തെ കാരണം നമ്മൾ ഡ്രൈനേജ് കറക്റ്റ് അല്ലെന്ന് നോക്കുക. അതായത് ഓവർ വാട്ടറിങ്, അണ്ടർ വാട്ടറിങ് പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മളുടെ ഗ്രോ ബാഗോ ചട്ടിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡ്രൈനേജ് ഹോൾ കറക്റ്റ് അല്ലെന്ന് നോക്കുക. നമ്മൾ ഒഴിക്കണ വെള്ളം കറക്റ്റ് ആയിരിക്കണം. അതുപോലെ ഒഴിച്ചിട്ടുള്ള വെള്ളം ഓവർ ആയിക്കഴിഞ്ഞാൽ അത് ഡ്രൈനേജ് ഹോളിലൂടെ പോയിട്ട് ആ വളം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ചെടികൾ വാടാം, മഞ്ഞ കളറാവാം. അല്ലെങ്കിൽ ഓവർ വെള്ളം ഡ്രൈനേജ് ഹോൾ കറക്റ്റ് അല്ലെങ്കിൽ കെട്ടിക്കിടന്നിട്ട് വേരുകൾ ചീഞ്ഞിട്ടും ഈ അവസ്ഥ വരാട്ടാ. അതുപോലെ തന്നെ അണ്ടർ വാട്ടറിങ് ആകുമ്പോൾ, അതായത് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാതെ വരുമ്പോഴും പ്രശ്നം തന്നെയാണ്. അതായത് നമ്മൾ വെള്ളം കുറവേ കൊടുക്കണുള്ളൂ, അല്ലെങ്കിൽ വെള്ളം കൊടുക്കാൻ മറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ടുള്ള വളങ്ങൾ വലിച്ചെടുക്കാൻ ചെടിക്ക് പ്രയാസമാണ്. അങ്ങനെ വരുമ്പോഴും ചെടികൾ വാടാനും ഇലകൾ മഞ്ഞയാവാനും ഒക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് കേട്ടോ. ഡ്രൈനേജ് പ്രോബ്ലം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെ pH മൂല്യം നമ്മൾ കറക്റ്റ് ആക്കിയിരിക്കണം. അതൊരു ബാലൻസിങ്ങിൽ ആയിരിക്കണം പോയിക്കൊണ്ടിരിക്കേണ്ടത്. കാരണം നമ്മുടെ മണ്ണിന് അസിഡിക് സ്വഭാവമുണ്ട്, ആൽക്കലൈൻ സ്വഭാവമുണ്ട്. ചില ചെടികൾക്ക് അസിഡിക്, ചില ചെടികൾക്ക് ആൽക്കലൈൻ സ്വഭാവമായിരിക്കും ഇഷ്ടമാവുക. പക്ഷെ നമ്മൾ അത് കുമ്മായി ഇട്ടിട്ട് നമ്മൾ പോട്ട് മിക്സർ തയ്യാറാക്കുമ്പോഴേ അത് കുമ്മായൊക്കെ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പതിവ്. ഇനി എങ്ങാനും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെ മഞ്ഞപ്പ് കാണുമ്പോൾ നമുക്ക് ചെടികളുടെ തടത്തിൽ നമുക്ക് കുമ്മായം ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ആ തണ്ടിൻ്റെ നീക്കിയിട്ട് ഏകദേശം ഒരു 8 ഇഞ്ചോളെങ്കിലും നീക്കിയിട്ട് നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്തുകൊണ്ടും ആ പ്രശ്നം നമുക്ക് പരിഹരിച്ചെടുക്കാം. മൂന്നാമത്തെ കാരണം സൂര്യപ്രകാശമാണ് കേട്ടോ. ചില ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം ഇഷ്ടമാണ്, ചില ചെടികൾക്ക് ഇത് ഇഷ്ടമല്ല. ചില ചെടികൾക്ക് നിഴലിലോ തണലിലോ ഒക്കെ ഇരിക്കാനായിരിക്കും ഇഷ്ടം. അപ്പം നമ്മൾ ഇതുപോലെ ചെടികളെ വാങ്ങുമ്പോഴോ കൊണ്ടുവരുമ്പോഴോ ഒക്കെ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് വേണം ഗാർഡനിൽ ഇവർക്കുള്ള സ്ഥലങ്ങൾ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നതും നമുക്ക് ഈ മഞ്ഞളിപ്പ് ഒഴിവാക്കാനായിട്ട് കാരണമാവും. അതായത് സൂര്യപ്രകാശം ഇഷ്ടപ്പെടാത്ത ചെടികളെ സൂര്യപ്രകാശത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ മഞ്ഞ നിറായി വാടി കരിഞ്ഞ് പോകും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് നമുക്ക് രാവിലെ നനയ്ക്കാൻ പറ്റാതെയോ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവർ വാടി നിൽക്കുന്നത് കണ്ട് വിഷമിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് തെറ്റാണ് കേട്ടോ. കാരണം ആ സമയത്ത് ചട്ടിയിലെ മണ്ണും ചൂടായിട്ടുണ്ടാവും. നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെയും ആ ഒരു ഗുണം നഷ്ടമാവും. ചൂടുള്ള മണ്ണിലേക്ക് വെള്ളം പോകുമ്പോൾ വെള്ളവും ചൂടാവും. അത് നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് ദോഷമാണ്. അതുവഴിയും ഇലകൾ മഞ്ഞാവാനുള്ള കാരണമായി മാറിയേക്കാം. നാലാമത്തെ കാരണമാണ് നമ്മുടെ ചെടികളിൽ ഉണ്ടാവുന്ന കീടബാധ. ഇതുപോലെ ഇലകൾ ചുരുണ്ടിരിക്കണ കണ്ടോ, ഇല ചുരുട്ടിപ്പുഴുയുടെ ആക്രമണമാണ് ഇതിന് കാരണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുഞ്ഞൻ ജീവികൾ, പുൽച്ചാടി പോലെയുള്ള ജീവിനെ കണ്ടോ, അവൻ ആള് നിസ്സാരക്കാരനല്ല കേട്ടോ. ഇവനാണ് എൻ്റെ ഇലച്ചെടികളെ തിന്ന് ഇതുപോലെ ഓട്ടയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവനും അതുപോലെ തന്നെ ഈ വരുന്ന ഭീകരനെ കണ്ടോ, ഇവൻ്റെ കൊമ്പന്നെ കാണുമ്പോൾ നമുക്ക് പേടിയാവും അല്ലേ. ഇവനെ പോലുള്ളവരും ഇവർക്ക് പുറമെ ഇനിയുണ്ട് ഏറെ പേര്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ സംബന്ധിച്ച് തോട്ടത്തെ സ്നേഹിക്കുമ്പോൾ, ചെടികളെ സ്നേഹിക്കുമ്പോൾ ഇവർ നമുക്ക് തീർച്ചയായും ശത്രുക്കളാണ് അല്ലേ. അവരും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്, അവരവരെ അന്നം തേടി വന്നിട്ടുള്ളതാണ്. പക്ഷെ നല്ല ചെടികളെ നമുക്ക് വേണമെങ്കിൽ 2 കൂട്ടരെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ.
അപ്പോൾ ഇവരെ നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മറ്റൊരു സൊല്യൂഷനാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കാറുള്ളത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ റെഡിമെയ്ഡ് മേടിച്ചതാണ്, ചെറിയൊരു ബോട്ടിൽ മേടിച്ചതാണ് കേട്ടോ. ആ സമയത്തെ ബാലു ആ പുഴുവിനെ പുറത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേത്തേക്ക് അല്പം വേപ്പെണ്ണ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് സെക്കൻഡുകളാകുമ്പോഴേക്കും മരിച്ചു വീണു. പാപം ചെയ്തു എന്ന് പറയരുത് കേട്ടോ, അതേ നമുക്ക് നിർവാഹമുള്ളൂ. അപ്പം നമ്മളെ വേപ്പെണ്ണ മിശ്രിതം എങ്ങനെ തയ്യാറാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജാറിലേക്ക് ഈ വേപ്പെണ്ണ കുപ്പിയുടെ മൂടിയിലേക്ക് തന്നെ ഞാൻ ഒരു മൂടിയോളം വേപ്പെണ്ണ എടുത്തു. 5 ml ആണ് കേട്ടോ അതുള്ളത്. അതിലേക്ക് നമ്മൾ കണക്കാക്കണ വെള്ളം 1 ലിറ്റർ വെള്ളമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇത്തിരിയും കൂടെ ഇത് എഫക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ നമ്മൾ നമ്മുടെ പാക്കറ്റ് ഷാമ്പു പൊട്ടിച്ചിട്ട് ഒരു ഡ്രോപ്പോളം ഷാമ്പു ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ വേറൊരു കപ്പിലേക്കും കൂടെ ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മറിച്ച് കലക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ നമ്മുടെ കീടങ്ങളെ ഓടിക്കാനുള്ള ലായനി ഇവിടെ തയ്യാറായിട്ടാണ്. ഇത് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യണത് നല്ലതാണ്. ഞാൻ വേപ്പെണ്ണ ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. തയ്യാറാക്കിയ വേപ്പെണ്ണ മിശ്രിതം നമുക്ക് എല്ലാ ചെടികൾക്കും തെളിച്ചു കൊടുക്കാം കേട്ടോ. 2 ആഴ്ച കൂടുമ്പോൾ ഇത് ചെയ്യണത് ഏറ്റവും നല്ലതാണ്. അതുപോലെ കീടങ്ങളെ ഓടിക്കാൻ ഇതിൽ പരം നല്ല ഒരു ഓർഗാനിക് ആയിട്ടുള്ള കീടനാശിനി വേറെ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അതുപോലെ നമ്മൾ ചെടികൾക്ക് തെളിക്കുമ്പോൾ ചെടികളുടെ ഇലകളുടെ അടിവശത്തും കൂടെ ഇത് തെളിച്ചു കൊടുക്കാൻ മറക്കരുതേ. കാരണം ചെടികളുടെ അടിവശത്തായിരിക്കും മിക്കപ്പോഴും നമ്മുടെ ഈ വില്ലന്മാരൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെടീനെ ഒന്നിങ്ങനെ കമിഴ്ത്തി പിടിച്ചിട്ട് ഇലകളൊക്കെ ഒന്ന് കമിഴ്ത്തി പിടിച്ചിട്ടും ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ 5ാമത്തെ കാരണമാണ് ന്യൂട്രീഷൻസിൻ്റെ കുറവ്. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ധാതുലവണങ്ങളുടെയും മൂലകങ്ങളുടെയും അഭാവം. നമ്മുടെ ചെടികളുടെ മുകൾ ഭാഗം പച്ചപ്പിലും അടിഭാഗം മഞ്ഞ നിറത്തിലും ഇലകളാവുകയാണെങ്കിൽ അത് നൈട്രജൻ്റെ കുറവാന്ന് പറയാം കേട്ടോ. അതായത് സാധാരണ അടിയിലുള്ള മഞ്ഞ നിറം ഇലകൾ മൂപ്പനുസരിച്ച് വാടണമെന്ന് വിചാരിക്കാം. അല്ലാതെയും മിഡിൽ പോർഷനിലേക്ക് ഇങ്ങനെ മഞ്ഞപ്പ് കയറാണെങ്കിൽ അത് നൈട്രജൻ്റെ അഭാവമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊടുക്കേണ്ട പരിഹാരം പച്ചച്ചാണകം, കപ്പലണ്ടി പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചത് വളമായിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് നല്ലൊരു നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളമാണ് കേട്ടോ. നമ്മുടെ ചെടികളിലെ ചില സമയത്ത് ഇലകൾ മഞ്ഞ കളറാവുകയും ചെയ്യും. എന്നിട്ട് ആ മഞ്ഞയിൽ നിന്നത് ബ്രൗൺ കളറിലേക്ക് മാറുകയാണെങ്കിൽ അത് ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അഭാവമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സമയത്ത് കൊടുക്കേണ്ട വളങ്ങൾ സവാള, ഉള്ളിത്തോലുകൾ, അതുപോലെ തന്നെ പഴത്തോല്, അതൊക്കെ ലിക്വിഡ് ഫോമിലോ അതായത് പുളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അത് ഉണക്കി പൊടിച്ചതോ, അതുപോലെ തന്നെ ചായ ചണ്ടി, ചായ തിളപ്പിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഇതുപോലെ പുളിപ്പിച്ചത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ചാരം ചേർത്ത് കൊടുക്കുക. അതിനുള്ള പരിഹാരം അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവുന്ന കാൽഷ്യത്തിൻ്റെ കുറവ് അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെടികളുടെ ഇലകൾ ആദ്യം മഞ്ഞ കളറാവുകയും ചെയ്യും, പിന്നെ ബ്രൗൺ കളറിലേക്ക് മാറി അതോടൊപ്പം തന്നെ അത് പൊള്ളിയ പോലെ നാശാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് കാൽഷ്യത്തിൻ്റെ കുറവാണ്. അതിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മുട്ടത്തോടും അതുപോലെ തന്നെ കുമ്മായാണ്. കുമ്മായ മാസത്തിലൊരിക്കൽ 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് തടത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ശ്രദ്ധിക്കണം, ആ ചെടിയുടെ തണ്ടിൽ നിന്ന് മാറിയിട്ട് വേണം നമ്മൾ അത് ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ചു കൊടുക്കുക. മുട്ടത്തോട് നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ പൊടിച്ച് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ചെടികളുടെ ഇലകളുടെ ഞരമ്പുകൾ നല്ല പച്ച നിറത്തിലും ബാക്കിയുള്ള ഭാഗം മഞ്ഞ നിറത്തിലാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ നമ്മുടെ ചെടികൾക്ക് അയേണിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെ കുറവാണെന്ന്. ആ ഒരു ധാതുലവണം കിട്ടാനായിട്ട് നമ്മൾ അധികവും ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ അയേൺ ടാബ്ലറ്റോ സിങ്ക് കണ്ടൻ്റ് ഉള്ള ടാബ്ലറ്റുകൾ ആ ചട്ടിയുടെ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുക, ഇറക്കിയിട്ട് കൊടുക്കുക, മണ്ണിലേക്ക് താഴ്ത്തി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഴത്തോലുകൊണ്ട് വളം ഉണ്ടാക്കാറുണ്ടല്ലോ എന്ന പോലെ തന്നെ പച്ചക്കായ, പഴം ആവാത്ത അവസ്ഥ, പഴുക്കാത്ത അവസ്ഥയിലുള്ള പച്ചക്കായയുടെ തോലോ പച്ചക്കായയോ കറിക്കരിയണ പോലെ അരിഞ്ഞിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിന് 1.5 കായ എന്ന കണക്കിലെടുത്തിട്ട് നമ്മളത് 24 മണിക്കൂർ നേരത്തേക്ക് പുളിപ്പിക്കാനായിട്ട് വെക്കുക. പിറ്റേ ദിവസം ഡയറക്റ്റ് വെള്ളം ചേർക്കാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അയേണിൻ്റെയും സിങ്കിൻ്റെയും ഡെഫിഷ്യൻസി നമുക്ക് നികത്താനാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹെന്ന തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് ചെയ്യാറ്. അതുപോലെ ആണിയുടെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. എന്ന പോലെ നമ്മൾ വെള്ളത്തിൽ പാട്ടയോ ആണിയോ ഇരുമ്പ് വർഗ്ഗങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് 1 ദിവസത്തോളം ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതും ഇതുപോലെയുള്ള ഡെഫിഷ്യൻസി ഒക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും.
ഇതിനൊക്കെ പുറമേ ചിലപ്പോൾ നമ്മുടെ ചെടി നാശമാവാനും മഞ്ഞ നിറമാവാനൊക്കെ ഉള്ള ഒരു കാരണം ഇതാണ് കേട്ടോ. നമ്മൾ നടുന്ന സമയത്ത് നമ്മുടെ ചട്ടി വളരെ പാകത്തിനുള്ളതായിരിക്കാം, പക്ഷേ നമ്മുടെ ചെടി നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ അതിന് ആ ചട്ടി പോരാതെ വരും. അത് തിങ്ങി നിറഞ്ഞ് വേരുകളൊക്കെ പുറത്തേക്ക് വരാനും ഒക്കെ ഇടയാവും. ഇതുപോലെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെടീനെ നശിപ്പിക്കാതെ വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് വളരെ സാവകാശത്തിൽ നമ്മൾ ആ ചെടീനെ അതിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് അതിനെ മറ്റ് ഒരു ചട്ടിയിലേക്ക്, അതിനേക്കാളും വലിയ ഒരു ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിഹാരം കേട്ടോ. ആ സമയത്ത് ഇതുപോലെ കേടായിട്ടുള്ള വല്ല വേരുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ അടർത്തിയെടുക്കുന്ന സമയത്തെ നമുക്കറിയാം ആ വേരുകൾ, അതായത് സ്ഥലപരിമിതി കൊണ്ട് തന്നെയാണ് അത് നാശാവാൻ തുടങ്ങിയതെന്ന്. അത് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ അറിയാം. അതല്ല, ചില ചെടികളിൽ ഈ വളങ്ങളും മണ്ണും ഒക്കെ അടിഞ്ഞു ഊറി കളിയായിട്ട് നമ്മൾ മിക്കവാറും നമുക്ക് നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്ന ചെടികളിൽ കാണാം ഇതുപോലെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഇതാ കണ്ടോ, നമുക്ക് വേരുകളൊക്കെ ഓടിയിട്ടുണ്ട്, മണ്ണ് അതിൻ്റെ പുറത്തേക്ക് വേരുകൾ ഓടിയിട്ടുള്ളത് നമുക്ക് കാണാം. ചിലത് നമ്മൾ ചട്ടിയിൽ നിന്ന് ഇതുപോലെ അടർത്തിയെടുക്കുമ്പോഴേ കളിമണ്ണ് പരണ്ടിരിക്കണ പോലെ ഇരിക്കുന്നുണ്ടാവും. അത് പക്ഷേ നമ്മൾ ആ മണ്ണ് ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് വേണം റീപോർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അതായത് അതങ്ങനെ തന്നെ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അത് അലിഞ്ഞു പോയതിന് ശേഷം വേരുകൾ കേടുകൂടാതെ നമ്മൾ വീണ്ടും പോട്ടിംഗ് മിക്സ്ചറൊക്കെ ചേർത്തിട്ട് അത് ചെയ്യാം. ഇതിവിടെ വേറെ ഇതിന് യാതൊരുവിധ നാശനഷ്ടം വേറെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കേടുപാട് വന്നുള്ള വേരൊക്കെ ഒന്ന് മാറ്റി മഞ്ഞ ഇലകളൊന്ന് മാറ്റിയിട്ട് ഇതിനെ വലിയൊരു പാത്രത്തിലേക്ക് റീപോർട്ട് ചെയ്യാണ് കേട്ടോ. ബാലുവാണ് ചെയ്യണത്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. റീപോർട്ട് ചെയ്യാനായിട്ടേ നമ്മൾ വലിയൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം നമ്മുടെ ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇത് സെൻറ്ററിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള സൈഡുകളിലുള്ള ആ ഗ്യാപ്പ് നികത്താനായിട്ട് നമ്മൾ പോട്ടി മിക്സറാണ് ചേർത്ത് കൊടുക്കണേ കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അത് മാക്സിമം ആ ഡ്രൈനേജ് ഹോളിൽ കൂടെ പോയി ഒന്ന് സെറ്റ് ആവണം വരെ നമ്മൾ വെള്ളമൊഴിച്ച് മണ്ണിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇതുപോലെ റീപോർട്ട് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുള്ള ചെടികൾ നമ്മൾ അതൊന്ന് സെറ്റ് ആവണം വരെ കുറച്ച് നാൾ ഷെയ്ഡിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാഗ്നീഷ്യത്തിൻ്റെയും സൾഫറിൻ്റെയും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ കാണിക്കുന്ന ഒരു ലക്ഷണം ഇതുപോലെ ചെടിയുടെ ഇല മഞ്ഞയാവണതും അതിന് പുറമെ ഞരമ്പുകൾ മഞ്ഞ കളറാവുകയും അതുപോലെ തന്നെ ഇലയുടെ മറ്റുള്ള ഭാഗങ്ങൾ പച്ചയായിട്ടിരിക്കുക. അതായത് അയണിൻ്റെ ഡെഫിഷ്യൻസിയുടെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഡെഫിഷ്യൻസി നികത്താനായിട്ട് കൊടുക്കേണ്ടത് എപ്സം സാൾട്ടാണ് കേട്ടോ. അതൊരു ലിറ്റർ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണോളം കലക്കിയിട്ട് നമ്മളത് സ്പ്രേ ചെയ്യുകയോ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക. അതല്ല നമ്മൾ നേരിട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തടത്തിൽ ഇതുപോലെ തണ്ടിനേക്കാളും നീക്കിയിട്ട് 1/2 സ്പൂണോളം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ ചെടികൾ നാശാവാനായിട്ട് ഇതുപോലെ മഞ്ഞ കളർ വരാനായിട്ടും ചിലപ്പോഴൊക്കെ നമ്മുടെ ഓവറായിട്ടുള്ള വളപ്രയോഗങ്ങൾ കാരണമായേക്കാട്ടാ. നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടത് വെച്ചിട്ട് നമ്മുടെ ചെടി വേഗം വളരട്ടെ, കായ്ക്കട്ടെ, പൂക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ രാസവളങ്ങളും പ്രയോഗിക്കും. അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഡോസേജിൻ്റെ ഉപയോഗവും നമ്മുടെ ചെടികളെ ബാധിക്കും കേട്ടോ. അതായത് നമ്മൾ സാഫ് പോലെയുള്ളതോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്യുകയോ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കുത്തുകളും പൊള്ളിയ പോലത്തെ അവസ്ഥയിലേക്കൊക്കെ മാറുന്നത്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഹാംഫുൾ അല്ലാത്ത രാസവളങ്ങളും കീടനാശിനികളൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് അറിവുള്ള ഒരാളുടെ നിന്ന് അറിവ് നേടിയിട്ട് അതൊക്കെ വാങ്ങി പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടിയെക്കുറിച്ചുള്ള എൻ്റെ അറിവുകളും ഞാൻ പ്രയോഗിക്കുന്ന രീതികളും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. എങ്കിൽ ഞാൻ പറയാറുള്ളത് പോലെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ഇനിയും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.